യെസ്, എന്തൊക്കെയാണ് വിശേഷം? ഒരുപാടായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനിയെന്താ വെച്ചാൽ ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോവാച്ചിട്ട് കേട്ടോ. അങ്ങനെ കുറേ ഓരോരോ പ്രശ്നങ്ങളും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, നമ്മുടെ മാനസികപരമായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് അങ്ങനെ നമുക്ക് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോയിലും വേണ്ട നമ്മൾ ഇടണമെങ്കിൽ മൈൻഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഏക്കാൻ്റെ ഫാമിലേട്ടാ. കുറ്റിപ്പുറത്തുനിന്ന് ഒരു 4 കിലോമീറ്ററാണ് നമ്മുടെ ഏക്കാൻ്റെ ഫാമിക്ക് വരുന്നത് കേട്ടോ. എന്താ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇതേമാതിരി നമുക്ക് വെളിച്ചൻ്റെ നമ്മുടെ കുളത്തേക്കും വേണ്ടിയിട്ട് ഞങ്ങളൊരു 500 കുട്ടികളെ കുട്ടികളെ കൊണ്ടുവന്ന് കേട്ടോ. വരാലിൻ്റെ വൈറ്റ്നാം വരാലിൻ്റെ ഒരു 3 ഇഞ്ച് സൈസ് കുട്ടികളെ ഞങ്ങൾ അവിടെ കഴിഞ്ഞതിലും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അന്നും ഇതേമാതിരി നമ്മുടെ ആദ്യത്തെ ഒരു അനുഭവം എന്നുള്ള നിലയ്ക്ക് കുറേ പരാജയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇന്നിപ്പോൾ നമ്മൾ എടുത്തുള്ളത് 550 കുട്ടികളായിട്ടാണ്. ഒരു 20 കുറച്ച് വലിയ സൈസുള്ള ഒരു 20 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്താ വെച്ചാൽ മൂപ്പർ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നല്ല അടിപൊളി മീൻകുട്ടികളായിട്ടൊന്ന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സൈസ് പറഞ്ഞത് 3 ഇഞ്ച് പ്ലസിൻ്റെ മേലേക്കൊക്കെ ഉള്ളതാണ് നമുക്കിന്ന് തന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല അടിപൊളി കുട്ടികളാണ്. എന്താ വെച്ചാൽ മൂപ്പര് ഭാര്യയും 2 കുട്ടികളൊക്കെ കൂടിയാണ് ഫാമിലുള്ളത് കൂടുതലായിട്ടും. വേറെ പുറത്തുള്ള ആളുകളൊന്നുമില്ല കേട്ടോ. മൂപ്പര് പിന്നെ എന്താ വെച്ചാൽ ഒരു കാലിനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ മൂപ്പരൊക്കെ എന്താ വെച്ചാൽ മൂപ്പരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ സന്തോഷമായിട്ട് ഫാമിലിയൊക്കെ കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ മൂപ്പര് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും മൂപ്പരെ ജീവിതമാർഗ്ഗം എല്ലാവരും കൂടി തന്നെ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സഹകരിച്ചും സഹായിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എന്താ വെച്ചാൽ നമ്മളൊരു കൂടെയുള്ളൊരു കൂടപ്പുറപ്പല്ല. അപ്പോൾ നമ്മളെ മൂപ്പരെ വീട്ടിൽ തന്നെ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം സൈസിലായിട്ടുള്ള കണ്ണൻകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം സൈസുള്ള എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു മൂപ്പരത് വാങ്ങും ചെയ്യും കേട്ടോ. നമ്മളെപ്പോഴാണോ ഇത് നമുക്ക് പിടിക്കേണ്ട സമയം എന്നുണ്ടെങ്കിൽ അത് മൂപ്പർക്കൊരു നല്ലൊരു റേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ആളെടുക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഏക്കാൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ വിടുന്നുണ്ട് കേട്ടോ. വീഡിയോ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ വിളിക്കുക. ഗുണനിലവാരമുള്ള മീൻകുട്ടികളെ തന്നെ മൂപ്പര് തരും കേട്ടോ. ഏതൊക്കെ വലിയ പീസ് എന്താ സംഭവം? ഇതിന്റെ ചെറുതിനെ തിന്നത് അതൊരു സെപ്പറേറ്റ് ഒരു ഭക്ഷണം കഴിച്ചതല്ലേ ഉണ്ടല്ലോ, വായലുണ്ടല്ലോ അതിൻ്റെ വായൽ. ഓ, അപ്പോൾ അതിൻ്റെ മീഡിയം സൈസിലുള്ള അവരെ തിന്നാലേ. വല്ലാത്തൊരു ഇഷ്ടം. അത് നമുക്ക് നോർമൽ സൈസ് ചെറിയ ഒരേ മരത്തെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ സൈസിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് എടുക്കാം. എന്തായാലും ഇത് 1000ത്തിൻ്റെ കൂടെ ഈ വലുതിട്ടാലും അതേ വലുതാവുള്ളൂ. 1000 അതിൻ്റെ കൂട്ടത്തിലേ പോവുള്ളൂ അല്ലേ? അല്ല, 1000 ഉണ്ടാവില്ല. ഈ വലിയത് മാത്രമേ വലുതാവുള്ളൂ അറിയാം. ഇത് നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുപോകട്ടെ. വേറെ നമ്മുടെ ഏക്കാൻ്റെ ഫാമിൽ മൂപ്പരെ മക്കളും പിന്നെ അതേമാതിരി ഭാര്യയും പിന്നെ അതേമാതിരി പുറത്തുള്ള ആളുകളൊന്നും കാര്യമായിട്ടില്ല കേട്ടോ. അവരെന്നുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പരെ മോൻ്റെ കുളത്തിൽ ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണ്. ആ പാത്രത്തിൽ നോക്കുമ്പോൾ 2 ആഫ്രിക്കും ഈ ഒരു കണ്ണൻകുട്ടികളുണ്ട്. അപ്പോൾ അത് മോൻ്റെ താട്ടാ. അങ്ങനെ നമ്മൾ പോകാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടോ, നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ കണ്ണൻകുട്ടികൾ നമ്മൾ 550 കണ്ണൻകുട്ടികൾ എടുത്തു. പിന്നെ വേറെ 20 സെപ്പറേറ്റ് കൊടുത്തിട്ടോ. അങ്ങനെയായിട്ട് ഞങ്ങളവിടെ നിന്ന് വണ്ടിയിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ നമ്മളവിടുന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡിയായി. നമുക്ക് തന്നത് പീസ് റേറ്റിന് 7 രൂപ ഇല്ലാട്ട് തന്നിട്ടുള്ളത്, 3 ഇഞ്ച് സൈസ്. പിന്നെ അതിൽ കൂടുതലുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നോക്കുമ്പോൾ വലിയ സൈസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം സൈസ് കൂടുതലുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കൂടുതലായിട്ടും വരാൽ കുട്ടികളിങ്ങനെ ഇപ്പോൾ മൂപ്പര് കാര്യമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ആൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെ എന്താ വെച്ചാൽ പാടത്തും ഇതൊക്കെ ഇറങ്ങി അങ്ങനെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാട്ടോ. എല്ലായിടത്തും പുറത്തുനിന്ന് കുളം പോയി പിടിക്കുക, അങ്ങനെ ആ കുളത്തിൻ്റെ ഇത് സെയിലാക്കുന്നത് നമ്മുടെ വെളിച്ചൻ്റെ കുളത്തിന് തന്നെ നമ്മുടെ നാച്ചുറൽ പോണ്ടായിട്ടുള്ള സ്ഥലത്താട്ടോ നമ്മൾ ഈ മീൻ കഴിഞ്ഞ വർഷം ഇതേമാതിരി 500 മേലെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതേമാതിരി കുറേയൊക്കെ നമ്മളിപ്പോഴത്തെ നമുക്കതിനെക്കുറിച്ച് മുൻകൂട്ടി അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കുറച്ചൊരു പരാജയം വന്നു കഴിഞ്ഞ സീസണിൽ ഇട്ടത്. അപ്പോൾ ഈ തവണയിൽ നമ്മളൊന്നും കൂടി ബെറ്ററായിട്ട് നല്ല ഉഷാറായിട്ട് സീസൺ നിലനിർത്തി പിടിക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ പുതിയ ബാച്ച് 500 ഇട്ട് കിട്ടുക. എന്താ വെച്ചാൽ നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും വല്ലാതെ കുയ്യിൽ വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിന്നെ 1-2 വെള്ളമൊക്കെ അടിച്ച് ഒഴിവാക്കണം, തോട്ടം നനയ്ക്കണം എന്നൊക്കെ കൂടി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പോണ്ടിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്ന ഒരു ഇതില്ല കേട്ടോ. മാക്സിമം നല്ലൊരു രീതിയിൽ തന്നെ വളർത്തിയെന്ന് കഴിഞ്ഞതിൽ ഏതാണ്ട് 1 കിലോൻ്റെ മേലെയും ഏതാണ്ട് 1.5 അടുത്ത ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ചില മീനുകൾ 500, 600, 500 അതും ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം നല്ല കഴിക്കുന്ന മീനുകൾ തൂക്കം കൂടുതലും, കുറച്ച് കിട്ടുന്ന മീനുകൾ കുറച്ച് കമ്മിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 5 കവർ 500 മീനാണ്. പക്ഷേ ഓരോ കവറിലും ഒരു 5 എണ്ണച്ചൊക്കെ ഏറെയും തന്നിട്ടുണ്ട് നമുക്ക്. അത് നമ്മളവിടെ പോകുമ്പോഴൊക്കെ തന്നെ നമ്മളെ നാച്ചുറൽ പോണ്ടിൽ അത്രയും മീനുകൾ കാരണം ഇന്ന് ഭക്ഷണമൊന്നും കൊടുത്തില്ല ഞങ്ങൾ.
ഇനി നാളെ കൊടുക്കുള്ളൂ കേട്ടോ. ഇന്ന് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുയിലൊന്ന് തയങ്ങേണ്ട മീനാണ്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനത്തെ ഒരു തട്ടം നമ്മൾ തന്നെ അവിടെ നിന്നൊരു 20 മീൻ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മളൊരു കുടുംബക്കാരനാണ് വന്നില്ല മൂപ്പരക്കാവ് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിട്ടോ.